നീ എന്നാ ചെയ്യോ കണ്ണ അവിടെ? ആ പിച്ചാ ദിവസന്റെ കയ്യെ കൊള്ളല്ലോ കേട്ടോ, കൈ മുറിയില്ല. ആ ഒത്തിരി വർഷമായതല്ലേ ബാസട്ട്. പണ്ട് മുതലുള്ള എൻ്റെ ഒരു സ്വഭാവമാണ് പുളി എടുക്കുമ്പോഴത്തേക്കും ശകലം കഴിക്കുക എന്നുള്ളത്. ഭയങ്കര ഇഷ്ടം പുളി. ഇതാണ് പൂജാമുറി. ഞങ്ങളെല്ലാം സെറ്റാക്കി കേട്ടോ, വിളക്കൊക്കെ കത്തിച്ചിന്ന്. എനിക്കറിയത്തില്ല, ഭയങ്കര സന്തോഷം എനിക്ക് കേട്ടോ, ഒത്തിരി ഇഷ്ടപ്പെട്ടു. സത്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാ. ഞാൻ ഇത്രയും പ്രതീക്ഷ. ഹായ്, നമസ്കാരം എല്ലാവർക്കും വീട്ടം വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്ന് വെളിയിലോട്ടൊക്കെ ഒന്ന് രാവിലെ ഇറങ്ങിയതാണ് കേട്ടോ. ഇന്നലൊക്കെ ഭയങ്കര മഴയല്ലായിരുന്നു, അതുകൊണ്ട് ഇവിടെ തൂത്തിട്ടൊന്നുമില്ല, വൈകിട്ട് തൂക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനും കണ്ണനും ഉള്ളു, അച്ചു സ്കൂളിൽ പോയി. അപ്പം ഞങ്ങൾ വെളിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയതാണ്. അപ്പം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാം. ഇത് അഴിക്കാൻ പറ്റുമോ? കട്ട് ചെയ്ത് വിട്ടെ, കട്ട് ചെയ്ത് വിട്ടെ. താഴെയല്ലേ, കട്ട് ചെയ്ത് വിട്ടെ. മേടിക്കണം. പയറൊക്കെ പ്രസാദ് ട്രൈ ഉണ്ടെന്ന് ശൗര്യയില് ചെല്ലുമ്പോ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അവിടെ ഇങ്ങനെ റിസോർട്ടിലോ അതിന്റെ എങ്ങോട്ട് ചേട്ടയൊക്കെ എടുത്തേക്കുന്നോ പറയുന്നേ. ആ അവിടെയാണോ നേടാ, അകത്തുനിന്ന് വേണ്ട കഴിക്കാനായിട്ട്. കണ്ണൻ ഇതിന്റെ മുകളിൽ കയറി ഈ കയറ് കഴിച്ച് ഞങ്ങൾ ദാണ്ട് ഇവിടെ ഒരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നേ. എടാ കൊച്ചേ വീടല്ലേ അവിടുന്ന്, ഇവിടെ ഇങ്ങനെ ക്ലിപ്പ് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഇടാനായിട്ട് കണ്ണൻ ഇതിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. എങ്ങനെ പിച്ചാത്തി തരട്ടെ? എങ്ങനെ കെട്ടുമോ നേരം? അതാ പറഞ്ഞേ, നീ കട്ട് ചെയ്യുമ്പോൾ ചേർത്ത് കട്ട് ചെയ്യണം, എന്നാലും അത് കെട്ടാനായിട്ട് പറ്റത്തുള്ളൂ. ബാബുച്ചേട്ടനെ വിളിച്ചാലോ? ബാബുച്ചേട്ടാ, ഇതൊന്ന് കെട്ടിത്തരാമോ? ഞാൻ പറയുമ്പോ നീ എക്കോ പോലെ പറയുന്നോ? ബാബുച്ചേട്ടാന്ന് ഞാൻ വിളിക്കും, നീ ബാബുച്ചേട്ടാന്ന് വിളിക്കും. ബാബുച്ചേട്ടോ, ബാച്ച ബാച്ച. ഇത് കണ്ടോ, ഇതിന്റെ മുകളിലാണ് ഇവൻ കയറിയിരിക്കുന്നത്. കണ്ടോ, ഇതിന്റെ മുകളിൽ ഇവിടെ മൊത്തം കരിയിലയാന്നേ. ഇത് കണ്ടോ, മുഴുവൻ കരിയിലയാ. എല്ലാം ഇനി താഴെ ഇവിടെ കാലൊടിയത്രേ ഉള്ളൂ, ചത്തു പോകത്തില്ല, അതെനിക്ക് ഉറപ്പായിട്ടറിയാം. മഴ കോവലാകുമ്പോഴത്തേക്കും മഴ അങ്ങോട്ട് വരും, പിന്നെ കോവയ്ക്കായും ഇല്ല, ഒരു കുന്തവും ഇല്ല. കസാര വേണം ഇവിടെ ആയിട്ട്. തലയും കൈ ഇവിടെ ഒന്ന് എത്തുമോ? ചേർത്ത് കെട്ടി പിടിച്ചോണ്ട് ഈ കയറി പിടിക്കാൻ അങ്ങനൊന്നും പോകത്തില്ല. അവിടെ ഭിത്തി ചേർത്ത് കെട്ടി. പോലും ഇല്ലാത്ത കയറാട്ടോ. ശരിക്കും ടൈറ്റ് ആയിട്ട് വലിച്ചു കോവലോ? അത് അവിടുന്ന് തിരിച്ചിങ്ങോട്ടാക്കി വിട്ടാ മതി. നീ എന്നാ ചെയ്യോ കണ്ണ അവിടെ? ആ പിച്ചാ ദിവസന്റെ കയ്യെ കൊള്ളല്ലോ കേട്ടോ, കൈ മുറിയില്ല.
ആ ഇത് ഒത്തിരി വർഷമായതല്ലേ ബാസേട്ടാ. കയറ് മാറ്റണം. ആ ഇപ്പം തൽക്കാലം ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് തൊട്ടാ പൊട്ടുവാമേ. മറ്റൊരു കേബിളിൻ്റെ സൈസ് ഉണ്ടായിരുന്നല്ലോ, പൊടിഞ്ഞിരിക്കുക കയറ്. വെയിലും ഭയങ്കര ഇതായിട്ട് കൊള്ളുന്നില്ലേ. ഒരെണ്ണം കിട്ടിയല്ലേ? നിക്ക് പിടിച്ചിട്ട് പോത്തില്ല, ഇത് കണ്ടോ 2 വയർ കൊടുത്തിട്ടുണ്ട്. പോതില്ല. നിക്ക്, ആദ്യം ഏത് എടുക്കണ്ടേന്ന് നോക്കട്ടെ. ആ എടാ കൊച്ചേ, ഇതാ നല്ലതല്ലേ? അവിടുത്തെ ഒരു വൃത്തിയോടും മാറിക്കിട്ടും. അത് രണ്ടും കൂടെ കട്ട് ചെയ്യടാ. അതും നീ ഇച്ചിരി ചേർത്ത് കട്ടി. ആ പോരല്ലേ ഇങ്ങോട്ട് പിടിക്കണോ സാറേ? ആ മതി. ഇച്ചിരി വലിച്ച് ടൈറ്റ് ആക്കി അതിൽ. ആണോ? വലിയ കട്ടിയില്ല സാധനത്തിന്. ഈ മഞ്ഞയ്ക്ക് പിന്നെയും കട്ടിയുണ്ട്. അയ്യോ എൻ്റെ കഞ്ഞി തിളച്ചു തോന്നുന്നു. അയ്യോ ഞാൻ അരി അടുപ്പിട്ടേച്ചായിരുന്നു അങ്ങോട്ട് പിറ്റത്തോട്ട് ഇറങ്ങിയതേ. തിളയ്ക്കുമ്പോഴത്തേക്ക് കുക്കറിലോട്ട് എടുത്ത് വെച്ചാൽ മതിയല്ലോ എന്നോർത്ത്. ആ ഇങ്ങനെയാണോ? കയറിന് നീളം കിട്ടാൻ വേണ്ടി ചേർത്ത് കട്ട് ചെയ്യുന്നു പറയുന്നത്. എന്താ പറയാ, ഇങ്ങോട്ട് കയറി പോകുന്ന സാധനം ഇങ്ങോട്ട് കയറ്റി സാറ് സൂക്ഷിച്ച്. ഇതിലേ കൂടെ ഇട്ട് വേണമെങ്കിൽ എടുത്ത് പറിച്ചിട്ട് ആ 2 കയറും കൂടെ ഈ വലയിൽ ഈ ഇതെൻ്റെ ഈ വലയ്ക്കകത്തൂടെ ഇടും. ഇവിടെ വേണ്ട പറിച്ചിട്ട് അതെൻ്റെ ഇവിടോട്ടായിട്ട് ഇട്ട് അതിനകത്തൂടെ ഇട്. ആ എന്നിട്ട് ഇനി അങ്ങ് വലിച്ചും കേട്ട്. അന്നേരം പിന്നെ അത്ര തൂങ്ങി കിടക്കത്തില്ല. കെട്ട വലയിലുടക്കിയതാ. ഇനി ഞാൻ കേട്ട് ഇപ്പോൾ ഇച്ചിരി ടൈറ്റായിട്ടും കൂടെ നിൽക്കും. പയർ തന്നെ ഉണങ്ങിപ്പോന്നേ. ഇനി ചേട്ടൻ പതിയെ അവിടെ നിന്ന് ഇറങ്ങിക്കേ. ചേട്ടൻ ഇറങ്ങിയാൽ മതി. ആ മതി. അവിടെ ഒന്നും ചെയ്യാനില്ല. അവിടുത്തെ നീ ആ കോവലിൻ്റെ വള്ളി അങ്ങോട്ട് കയറിയേക്കുന്ന കേട്ടോ, അത് തിരിച്ച് ഇങ്ങോട്ടങ്ങ് ഇട്ടാൽ മതി. നമുക്ക് കുറച്ച് കയർ കൊണ്ടുണ്ട് ഇവിടെ ഇങ്ങനെ കെട്ടുമായിരുന്നെങ്കിൽ അതിലോട്ട് ടൈറ്റായിട്ട് അങ്ങ് നിന്നായിരുന്നു അല്ലേ. അന്നേരം ഇതല്ല വേണ്ട, അവിടെ ഓരോ ക്ലിപ്പ് ഇട്ടേക്കുന്ന കേട്ടോ. ആ ക്ലിപ്പിലൊക്കെ ഇങ്ങനെ കെട്ടുവാണെങ്കിൽ നല്ലതായിരുന്നു. പിച്ചാത്തി ഇടുന്നു കണ്ട. പതി എണീറ്റ് വാ. അത് അകത്തൂടെ എടുക്കുന്നത്, അതുവഴിയല്ല. നിനക്ക് പേടിയില്ലേ കണ്ണ ഇങ്ങനെയൊക്കെ ഇരിക്കാനായിട്ട്? എനിക്ക് പേടിയുണ്ട്. ഇറങ്ങ, വെറുതെ അച്ഛൻ്റെ നല്ല മേടിക്കല്ലേ കേട്ടോ. അത് നീക്കി ഇട്ടേച്ച് നീങ്ങി ഇറങ്ങ. ഞാൻ കസാര എടുത്ത് മാറ്റിക്കണം. എന്നടാ അതതിൻ്റെ തുമ്പിനൊട്ടും ഇതിന് കിളിപ്പ് തൊടുന്നത്. നമ്മുടെ ചീമപ്ലാവ് ഉണ്ടായിരുന്നോ? ശകരമൊക്കെ ആയി. കാടും തെളിച്ചിട്ട് അതിന് ഇച്ചിരി വളമിടാമെന്ന് വിചാരിച്ചിട്ടുണ്ടല്ലോ. കാട് തെളിക്കലും നടക്കുന്നില്ല. ഈ ചീമപ്ലാവ് അങ്ങോട്ട് ചെരിയുന്നുണ്ട് തോന്നില്ല പറിച്ചിട്ടാ, നേരെയല്ല വരുന്നത്. ആ തെങ്ങ നിറച്ച് മുള്ള. ഞാൻ കഴിഞ്ഞ ദിവസം പോയി കുറച്ചൊന്ന് കമ്പ് കൊണ്ട് അടിച്ച് കളഞ്ഞതാ. കളർഫുള്ളാണ്. ഏതായാലും തൊടണം. മേല് മൊത്തം ഒരുമാതിരി കുനുകുനുകുനാന്നുള്ള മുള്ള, ചെറിയ ഊമ്പിരിക്കാൻ മുള്ളു. അത് കയ്യെ കയറി ഇരുന്ന് എടുത്ത് കളയാൻ പോലും പറ്റത്തില്ല. എന്നാ കാടാണേ, ഭയങ്കര കാട്. ഇതേ ചെറുക്ക ഇറങ്ങിയോ മര്യാദയ്ക്ക്? പതിയെ സൂക്ഷിച്ച് വേണേ കണ്ട. ഷീറ്റിൻ്റെ പുറത്തോട്ട് ഒരുപാട് നീ നടക്കണ്ട.
പുറത്തോട്ട് കയറി വിടല്ലേ, മാറ്റി മാറ്റി വേണം. ആ വിടാം. അവിടെ തന്നെ ഞാനാ ഇതേ മഴ പെയ്യുമ്പോഴാണ് ഇത് അപ്പടി അങ്ങ് പോകുന്നത് കേട്ടോ. മഴ മാറി കഴിയുമ്പോൾ ഇതിൽ ഇഷ്ടം പോലെ ഉണ്ടായിക്കോളും. ഈ മഴ എന്നാണോ മാറാത്തത്? ഉണക്കാണേ അന്നേരം ഒരു മഴയ്ക്ക് വേണ്ടി കൊതിക്കും. ഇതേ പൂവൊക്കെ ഇട്ട് തുടങ്ങി കേട്ടോ. ഇത് മറ്റേ സൈസ്, ഇത് കടയിൽ നിന്ന് മേടിച്ച വഴുതനയുടെയാണ്. പക്ഷേ ഇതുണ്ട് ഒത്തിരി ആകുന്നതിന് മുമ്പേ ഇതേ പൂവൊക്കെ ഇട്ട്. ഇതല്ലേ കാട് പറിച്ച് ഈ പൂവും കായും ഒക്കെ വരുന്ന സമയത്ത് ഇച്ചിരി വളം ഇട്ട് കൊടുക്കാൻ കിട്ടില്ല, നല്ലപോലെ ഇതിലുണ്ടാകും. ഇവിടെ മത്തയും ഇതെല്ലാം ഉണ്ട്. ഉച്ച കഴിഞ്ഞിറങ്ങി. ഇപ്പോൾ ഇറങ്ങാൻ നിന്ന് അടുക്കളയിൽ ഒരു പണിയും നടക്കുകയില്ല. പിന്നെ ഇവിടെ കുറച്ച് ചീരയൊക്കെ ഞാൻ നട്ടിരുന്നു കേട്ടോ. അതൊക്കെ ഇപ്പോൾ ഒരുവിധമൊക്കെ കിളുത്തിട്ടുണ്ട്. ചീരയൊക്കെ ആയി വരുന്നു. കുറേ കൂടെ അരി പാകാനുണ്ട്, അതും കൂടെ പാണം. ബാബുച്ചൻ്റെ കണ്ണിനും കൂടെ ഇപ്പോൾ പുറത്തോട്ട് പോയി. അവനെ എന്തൊക്കെ മേടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ രാവിലെ കാപ്പി പുറത്തു നിന്നായിരുന്നു കേട്ടോ. കടയിൽ നിന്ന് മേടിക്കുമായിരുന്നു, പൊറോട്ട മേടിക്കുമായിരുന്നു. അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തൊന്നുമില്ല. അതുകൊണ്ട് രാവിലെ ഇച്ചിരി സമയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം മിറ്റത്തിൽ ഇറന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റിയത്. ഇന്നിപ്പോൾ ദൈവം അനുഗ്രഹിച്ച് കുഴപ്പമില്ല, ഇച്ചിരി വെയിലൊക്കെ ഉണ്ടോട്ടോ. അതിൻ്റെ തുണിയൊക്കെ ഉണങ്ങി കിട്ടുമെന്ന് വിചാരിക്കുന്ന ചെറിയൊരു വെയിൽ കിട്ടിയാൽ മതി. ഷീറ്റിന് നല്ല ചൂടാണ്. അപ്പോൾ പിന്നെ അവിടെ കിടക്കുന്ന തുണി നല്ലപോലെ ഉണങ്ങി കിട്ടും. ഞാൻ നേരം ചോറ് ഇനി കുക്കറിലേക്ക് വെക്കാൻ പോകുന്നു. അതെല്ലാം കൂടി ഇനി ചെയ്തേച്ച് വേണം എനിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ. ഞാൻ നാളെ സദ്യ ഉണ്ടാക്കുന്ന കാര്യമൊക്കെ ഇങ്ങനെ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു. പക്ഷെ നടക്കുമെന്ന് തോന്നുന്നില്ല. നാളെ ബാബുച്ചൻ ഇവിടെ ഇല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ അച്ചു ഇന്ന് ക്ലാസ് ഉണ്ട്, ഇന്ന് വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇന്ന് അച്ഛന് സ്കൂളുള്ളതുകൊണ്ട് അവൾ സ്കൂളിലൊക്കെ പോകും. അതുകൊണ്ട് സദ്യ പിന്നെ ഒരു ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു. ഉച്ചക്കത്തേക്ക് ഞാൻ മുളക് ചുട്ടരയ്ക്കുന്ന ചമ്മന്തിയാണ്. തേങ്ങ ചുട്ടല്ല, മുളക് ചുട്ടരയ്ക്കുന്നത്. അപ്പം ഇതിന് മുന്നേ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുള്ളതാണ്. ഇവിടെ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ ഈ മുളക് ചുട്ടരയ്ക്കുന്ന ചമ്മന്തി. ഇച്ചിരി ഇഞ്ചിയൊക്കെ വെച്ച് അങ്ങനെ എടുക്കുന്നത്. അപ്പം ഞാൻ മുളകൊന്ന് ഗ്യാസ് വെച്ചാട്ടോ ചുട്ടെടുക്കുന്നത്. അടുപ്പിൽ തീ കത്തിച്ചല്ല. പക്ഷെ അടുപ്പിൽ തീ കത്തിച്ചൊക്കെ എടുക്കാൻ ഇച്ചിരി കൂടെ ടേസ്റ്റ് കൂടുതൽ കേട്ടോ. ചാരത്തിൻ്റെയും ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് വരും. ഇത് പിന്നെ അങ്ങനെയൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് അത്യാവശ്യം ഗ്യാസ് വെച്ചാണേലും ഒക്കെ എടുക്കാം. ഇങ്ങനെ ഞെടുപ്പ് കളഞ്ഞ് വെച്ച് ഇതിലൂടെ ഇങ്ങനെ പപ്പടം കുത്തിയിട്ട് ഇങ്ങനെയാണ് ചുട്ടെടുക്കുന്നത്. പിന്നെ ചിലർ ഈ ചീനിച്ചട്ടിയിലൊക്കെ ഇട്ട് ഇങ്ങനെ വറുത്തെടുക്കും കേട്ടോ. ഞാൻ പക്ഷെ അങ്ങനെയല്ല, ഇങ്ങനെയാണ്. മുളക് ചുടുന്നതിൻ്റെ മണം. മാങ്ങ അച്ചാറിടാനായിട്ട് ഞാനെല്ലാം അരിഞ്ഞു വെച്ചേക്കും കേട്ടോ. ഇനി ഇട്ടാൽ മതി. കുറച്ച് മാങ്ങയുള്ളന്നേ. പിന്നെ ഇന്ന് അച്ഛനും കണ്ണനും കൂടെ ഒന്നിച്ചില്ലാത്തതുകൊണ്ട് ഇത്രയും മാങ്ങയെങ്കിലും ബാലൻസ് കിട്ടി. ഇല്ലെങ്കിൽ 2 പേരും വാരത്തിനും. ചമ്മന്തി അരയ്ക്കാനുള്ളതെല്ലാം ഞാൻ എടുത്ത് മുളക്, പുളി, ഇഞ്ചി, ഉപ്പ് എല്ലാം. ഈ പുളി എടുക്കുമ്പോഴല്ലോ പണ്ട് മുതലുള്ള എൻ്റെ ഒരു സ്വഭാവമാണ്. പുളി എടുക്കുമ്പോഴത്തേക്കും ശകലം കഴിക്കുക എന്നുള്ളത്. ഭയങ്കര ഇഷ്ടം പുളി. ഞാൻ ഒത്തിരി തിന്നുമായിരുന്നു കേട്ടോ പുളി. പക്ഷെ എല്ലാവരും പറയും കേട്ടോ, പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് പെണ്ണുങ്ങൾക്ക് പുളിയെ, മസാല ദോശ, മാങ്ങയൊക്കെ തിന്നാൻ കൊതിയുന്നത്. മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്, പച്ചമാങ്ങ. പുളി ഇഷ്ടമാണ്. പക്ഷേ പ്രഗ്നൻ്റ് ആയ സമയത്ത് പുളിയും മാങ്ങയും കണ്ട് അന്നേരം ഞാൻ ഛർദ്ദിക്കുമായിരുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനമായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിക്കാത്ത സ്ട്രോബെറി എനിക്കിഷ്ടമേ അല്ല. എന്നെ ടേസ്റ്റ് ശകലം പോലും ഇഷ്ടമില്ലാത്ത ആളായിരുന്നു. ഞങ്ങൾ അച്ചുവിനെ പ്രഗ്നൻ്റ് ആയിട്ടിരുന്ന സമയത്ത് ഞങ്ങൾ ഊട്ടിക്ക് പോയായിരുന്നു. ഊട്ടിക്ക് പോയെന്ന് വെച്ചാൽ ചേട്ടയുടെ കല്യാണം കഴിഞ്ഞ സമയമായിരുന്നു. അപ്പം അവർ ഞങ്ങൾ വേളാങ്കണ്ണിക്ക് പോയതാണ്. അപ്പോൾ പിന്നെ അവിടുന്ന് ഞങ്ങൾ ഊട്ടിക്ക് പോയി. ജയിനും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ജയിനും ഫാമിലി, ബാബുച്ചേട്ടനും ഞാനും ചേട്ടായും വൈഫും. അങ്ങനെ അവരുടെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ ടൂർ പോയായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനം സ്ട്രോബെറി. എനിക്ക് സ്ട്രോബെറി കണ്ടപ്പോഴത്തേക്കുണ്ടല്ലോ എനിക്ക് അത് അന്നേരം തന്നെ കഴിക്കാനായിട്ട് തോന്നുമായിരുന്നു. ഭയങ്കര കൊതിയോടുകൂടി ഞാനത് കഴിച്ചു. പക്ഷേ അന്നേരം ബാബുച്ചേട്ടനോട് പറഞ്ഞു, കാര്യം ഞാൻ തിന്ന് ബാബുച്ചേട്ടൻ കണ്ടിട്ടില്ല, എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനമൊന്നും ബാബുച്ചേട്ടൻ അറിയാം. ബാബുച്ചേട്ടൻ അന്നേരം പറഞ്ഞു, ചുമ്മാ മേടിച്ച് കളയാനുണ്ടെങ്കിൽ നീ കഴിക്കണ്ട എന്നൊക്കെ പറയും. അപ്പം അനു കൂടെ ഉണ്ടായിരുന്നു. അവൾ അന്നേരം പറഞ്ഞ് കളഞ്ഞോട്ടെ, കുഴപ്പമില്ല, മേടിച്ച് കൊടുക്കുക. അവിടെ എൻ്റെ എന്നിട്ട് ഭയങ്കര ഛർദ്ദിലായിരുന്നു എനിക്ക് ആ സമയത്ത്. ഒന്നും കഴിക്കത്തില്ലായിരുന്നു.
അവൾ അതെല്ലാം കഴിക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ ആ സ്ട്രോബെറി മുഴുവനും ഒരു കവർ മുഴുവൻ തിന്ന്. എനിക്ക് പക്ഷെ ഇപ്പോഴും ഇഷ്ടമല്ല കേട്ടോ സ്ട്രോബെറി. അങ്ങനെ അച്ചുവിന് സ്ട്രോബെറി എന്ന് പറയുന്ന സാധനം എവിടെ കണ്ടാലും അതിൻ്റെ കളർ കണ്ടാൽ മതി, അപ്പോഴേ അച്ഛൻ പറയും എനിക്കത് മതി എന്ന് പറയും. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് സ്ട്രോബെറി. അത് ജയൻചേട്ടൻ മേടിച്ചുകൊണ്ട് കൊടുക്കും കേട്ടോ, ബാബുസൻ്റെ ചേട്ടൻ. ജയൻചേട്ടൻ സ്ട്രോബെറി ഇങ്ങനെ പാക്കറ്റിൽ ഇങ്ങനെ മേടിച്ചുകൊണ്ട് കൊടുക്കും, ഇഷ്ടംപോലെ കൊണ്ട് കൊടുക്കാറുണ്ട്. എനിക്ക് പക്ഷെ ഇഷ്ടമല്ല കേട്ടോ ഇപ്പം, അന്നൊക്കെ ഇഷ്ടമായിരുന്നു. പുളിയുടെ കാര്യം പറഞ്ഞു വന്നതാ, ഇത്രയും പറഞ്ഞു. അപ്പം ഈ പ്രഗ്നൻ്റ് ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ സിനിമയിലൊക്കെ ഉള്ളത് ഈ പുളിയൊക്കെ ഇങ്ങനെ തിന്നാൻ കൊതിയൊക്കെ കാണിക്കുന്നത്. പിന്നെ അറിയത്തില്ല കേട്ടോ, ഓരോ മനുഷ്യർക്കും ഓരോ ടേസ്റ്റാണ്. ചിലർക്ക് പുളി ഭയങ്കര ഇഷ്ടമായിരിക്കും, ചിലർക്ക് ഇഷ്ടമല്ലായിരിക്കും. അത് ഈ ഛർദിലൊക്കെ ഉള്ളവർക്കാണ് കൂടുതലും പുളി, മാങ്ങ. എനിക്ക് നെല്ലിക്ക ഇഷ്ടമായിരുന്നു കേട്ടോ, നെല്ലിക്ക ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അങ്ങനെ ഒക്കെ ഓരോരുത്തർ പറയും. പിന്നെ ചിലരെന്ന് പറഞ്ഞാൽ സിനിമയിലെ പോലെ അങ്ങ് അഭിനയിക്കും, മസാല ദോശ വേണമെന്നും പുളി വേണമെന്നും മാങ്ങ വേണമെന്നും ഒക്കെ പറഞ്ഞ്. എനിക്ക് പക്ഷെ അങ്ങനെയൊന്നും കുഴപ്പമില്ലായിരുന്നു കേട്ടോ, എനിക്ക് അങ്ങനെ ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ പുളി എനിക്ക് ഭയങ്കര, അല്ലാത്തപ്പോൾ ഞാൻ ഇഷ്ടം പോലെ തിന്നും പുളിയും മാങ്ങയും. മാങ്ങ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചെനച്ച മാങ്ങയില്ലേ, വായിക്കൂടെ വെള്ളം വരുന്ന പുളി കണ്ടിട്ട്. ചെനച്ച മാങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഉപ്പൊന്നും വേണ്ട, ചുമ്മാ തിന്നാൻ എനിക്കിഷ്ടം. അപ്പോൾ ഈ ജാതിക്കയുടെ തോട് ചെറുതായിട്ട് ഈ മാങ്ങ കരിയുന്നത് അരിഞ്ഞ് വെച്ച് ഉപ്പും മുളകും കൂടെ ചേർത്ത് ഇളക്കി കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴത്തെ കടയിൽ നിന്ന് മേടിക്കുന്ന പുളിക്കകത്ത് മൊത്തം ഉണ്ടല്ലോ കുരുവാണല്ലോ, പുളി ഇല്ലെന്നേ, ചുമ്മാ കളിപ്പീരല്ല ഇപ്പം. ഒട്ടും പുളി കാണത്തില്ല, മൊത്തം കുരുവായിരിക്കും. ഞാൻ ഇത് അരക്കട്ടെ, അല്ലെങ്കിൽ പുളി മൊത്തം തീർന്നു പോകും. ഇഞ്ചി, പുളി, ചുമന്നുള്ളി, പിന്നെ ഉണക്കമുളക് ചുട്ടത്, ഉപ്പ് വേണ്ട ഞാൻ ഇതിൻ്റെ സൈഡിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ സാധാരണ ഉപ്പ് ഈ തേങ്ങയുടെ പുറത്തോട്ട് തന്നെയാണ് ഇടുന്നത്. ഇതിപ്പോൾ ഞാൻ സൈഡിലോട്ട് ഇട്ട് എന്നാന്ന് വെച്ചിട്ടുണ്ട്, ഈ ഉപ്പ് കാണാൻ പറ്റത്തില്ല തേങ്ങയുടെ കൂടെ കിടക്കുമ്പോഴത്തേക്കും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ സൈഡിലോട്ട് ഇട്ടത്. സാധാരണ ചുമ്മാ നമ്മൾ ഇതിൻ്റെ മണ്ടക്കെട്ടെടുത്ത് കമത്തി വെച്ചാണ് അരയ്ക്കാനായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പം ഞാൻ ഇത് കല്ലല്ലോ അരച്ചെടുക്കുന്നത്.
കണ്ണന് പുറത്തിടാൻ ചെരുപ്പ് മേടിച്ചു. അത് ഞാൻ അടിച്ചു മാറ്റി എൻ്റെ പെരയ്ക്കാതിരുന്ന ചെരുപ്പ് കണ്ണന് ഞാൻ പുറത്തിടാനായിട്ട് കൊടുത്തു. കുട കാണിച്ചാൽ അച്ഛൻ്റെ സെയിം കുടയാണോ? അല്ല, അച്ചുവിന്റെ ഇച്ചൂടെ ലൈറ്റ് ആണ്. ആ, ബാഗ് ഒന്ന് കാണിച്ചേ. ഞാൻ പറഞ്ഞത് അടുത്ത വർഷം മേടിക്കാമെന്ന് കേട്ടോ. ഇനി അടുത്ത വർഷത്തേക്ക് ബാഗ് പറഞ്ഞേക്കല്ലേ. ഇല്ലില്ല, മറ്റേ 10ാം ക്ലാസ് വരെ ഈ ബാഗും കൊണ്ട് പൊക്കോണം, സൂക്ഷിച്ചോണം. കാണിച്ച് എന്നാവില്ലേ ഈ ബാഗിന്? 579 രൂപയോ? അല്ല, 750 രൂപ. അങ്ങോട്ട് നോക്ക്, എങ്ങോട്ട് എഴുതിയിട്ടുണ്ട്. ഇത് കണ്ടോ? ആ, ഇതാ വില. അതാണോ 579? ഇത് വില ഉണ്ടോ? കുറച്ച് കാരണം ഇത് നിനക്ക് ഇഷ്ടപ്പെട്ടെടുത്ത ബാഗാണോ? ഇവൻ ഇപ്രാവശ്യം ബാഗ് മേടിച്ചില്ലായിരുന്നു അല്ലേ? അച്ചുവിനായിരുന്നു ബാഗ് മേടിച്ച്. പേട്ടൊന്നും അല്ലായിരുന്നു കേട്ടോ, അത് മേടിച്ചപ്പം നല്ലതായിരുന്നു. ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴേ ചില മനുഷ്യരൊക്കെ ഉപയോഗിച്ചാൽ അങ്ങനെ പേട്ടൊക്കെ ആകും. അതിനകത്ത് വെള്ളമില്ല, നീ അവിടെ നിന്ന് എടുക്കും വെള്ളം. അതിനകത്ത് വെള്ളം അത് കഴുകിയിട്ട് വേണം ഇനി വെള്ളം എടുത്തൊക്കെ. കൊള്ളാം കേട്ടോ, നല്ല ബാഗ, സൂക്ഷിച്ചാൽ മതി. കുടയ്ക്ക് എന്നാ വില? 400 രൂപ. എമ്മി എല്ലാത്തിനും വിലയാണ്. എനിക്കൊരു സംശയമുണ്ട്, ഇത് പോപ്പിയുടെ അല്ലേ? കുട നൂർത്തൊക്കെ നോക്കിയായിരുന്നോ? അല്ലേ പിന്നെ ആ, നശിപ്പിക്കാതെ എടുക്കണം. നിൻ്റെ മസിൽ മൊത്തം അതേലല്ല തീർക്കണ്ടേ. ഒരു സാധനം നമ്മൾ സോഫ്റ്റായിട്ട് വേണം ഉപയോഗിക്കണ്ടല്ലോ. അതെ. ഇനി മഴയാ പുഴയാന്നും പറഞ്ഞ് സ്കൂൾ വിടുമ്പോൾ വിളിച്ചാണ്ടല്ലോ. എൻ്റെ ഇവിടുത്തെ പല ജോലി തീരാതിൻ്റെ കാര്യം ഇവിടെ ഉള്ളവർ തന്നെയാണ് കേട്ടോ. എന്നാന്ന് ചോദിച്ചാണ്ടല്ലോ, ഓരോ കാര്യങ്ങൾ വരും, അതിൻ്റെ അഭിപ്രായം ചോദിക്കണം, എന്നെ വിളിച്ച് അവിടെ ഇരുത്തും, ഞാൻ അവിടെ ഇരിക്കും, എൻ്റെ പണി നടക്കുകയില്ല. ഇതിപ്പം എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. ഈ വീട് വെച്ചപ്പം ഞാൻ ആദ്യമേ പറഞ്ഞത് ഇതിനൊരു പൂജാമുറി വേണമെന്നുള്ളത്. ഞാൻ ഒത്തിരി പ്രാവശ്യം ഞാൻ എല്ലാവരോടും പറഞ്ഞു. അന്നേരം ഇത് പണിതെല്ലാം പറഞ്ഞു, ഇപ്പോൾ പൂജാമുറി വെക്കത്തില്ല ഒരു വീടിനും, പണ്ടൊക്കെ ആയിരുന്നു പൂജാമുറി, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞിട്ട് ആരും കേൾക്കുന്നില്ല. പിന്നെ നമ്മൾ ക്രിസ്ത്യാനിയല്ലേ, നമുക്ക് ഇതൊന്നും ഒരുപാട് അങ്ങോട്ട് അഭിപ്രായം പറയാൻ പറ്റത്തില്ല, നമുക്ക് അറിയത്തില്ലല്ലോ ഇതിനെപ്പറ്റി. അതുകൊണ്ട് ഞാൻ പിന്നെ ഓർത്തോ എന്നാൽ ശരിയായിരിക്കും എന്നൊക്കെ വിചാരിച്ച്. പക്ഷേങ്കിൽ വിളക്ക് കത്തിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ ആദ്യം വെളിയിൽ കത്തിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് കാറ്റും മഴയൊക്കെ വരുമ്പോൾ അവിടെ വെച്ച് വിളക്ക് കത്തിക്കാൻ പറ്റാത്ത അവസ്ഥയായി. വീണ്ടും ഞങ്ങൾ അകത്ത് ഷോക്കേസിനകത്ത് കത്തിക്കാൻ തുടങ്ങി. അന്നേരം അതിൻ്റെ മേളിൽ ആ ഗ്ലാസ്സിലോട്ട് ഇങ്ങനെ കരി പിടിക്കുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളൊരു ടീപ്പോയിട്ട് അങ്ങനെ ചെയ്യാൻ തുടങ്ങി. പക്ഷെ എങ്ങനെ ചെയ്തിട്ട് ഒരു തൃപ്തിയാകുന്നില്ല വിളക്ക് കത്തിയിൽ. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഞാൻ ബാബുസൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു, ബാബുസൻ അത് മേടിക്കാൻ കിട്ടുമെന്നൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അങ്ങനെ ബാബുസൻ അന്വേഷിച്ചപ്പം അത് മേടിക്കാൻ കിട്ടും, നമുക്ക് പൂജാമുറി പോലെ ഇങ്ങനെ ഒതുങ്ങിയിരിക്കാനായിട്ട്. അപ്പം അതിൻ്റെ ഫോട്ടോ എനിക്ക് പൈസ തന്നാലും നിനക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ച്. വില ഇച്ചിരി കൂടുതലാണ്, എന്നാലും മേടിക്കുമ്പോൾ നല്ല അങ്ങ് മേടിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ എൻ്റെ ഒരു ആഗ്രഹം ഇപ്പോൾ സാധിക്കാൻ പോകുന്നു. അത് കൊണ്ടുവരുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാം. അവർ വന്നേച്ച് ഇന്നോവ എടുത്തുകൊണ്ട് പോയി അത് കൊണ്ടുവരാനായിട്ട്, അതിനകത്ത് വെച്ച് കൊണ്ടുവരാനായിട്ട്. അങ്ങനെ ഒരു സ്കൂട്ടർ കൊണ്ടായിരുന്നു പോയത്. അപ്പോൾ കണ്ണന് ബാഗ് വേണം, അവൻ ഈ പ്രാവശ്യം ബാഗ് മേടിച്ചില്ലായിരുന്നേ, ബാഗ് ഒന്ന് പോയായിരുന്നു. ആ കൂടെ അത് കഴിഞ്ഞ ദിവസം കറിയൊക്കെ വീണതാണ്, ഒരു എത്ര കഴുകിയിട്ടും അതുകൊണ്ട് ശരിയാകുന്നില്ല. അങ്ങനെ അവനൊരു കുടയും മേടിക്കണമായിരുന്നു, ഒരു ബാഗും മേടിക്കണമായിരുന്നു. പിന്നെ അവന് പുറത്തിടാണ്ടൊരു ചെരുപ്പ്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഞാൻ വീട്ടിലിട്ടോളാം, ഞാൻ വീട്ടിലിടുന്ന ചെരുപ്പ്. അവൻ അത് ഇച്ചിരി പഴയതായി വീട്ടിലിടുന്ന ചെരുപ്പ്. അത് പറഞ്ഞാൽ അത് നീ വെളിയിലിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ കൊടുത്തു. അപ്പം ഞാൻ ഇനി ചേന മെഴുക്കുവരട്ടി കൂടെ വെക്കട്ടെ. മാങ്ങ അച്ചാറിട്ട് വെളുത്തുള്ളി പൊളിച്ചില്ല, നീ വെളുത്തുള്ളി പൊളിച്ചാലേ ഉച്ചക്കത്തേക്ക് മാങ്ങ അച്ചാർ എടുക്കത്തുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞ പൂജാമുറി. ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന നല്ല വലുപ്പമുണ്ട് കേട്ടോ. എടാ നീ ആ അടച്ചടച്ചടച്ചു. നല്ല രസമുണ്ടേ. ഇതേ മണിയൊക്കെ ഉണ്ട് കേട്ടോ.
ഇതിനകത്ത് ഇനി വേറെ തട്ട് എന്തെങ്കിലും വെക്കണോ? അത് നമ്മളെല്ലാം തന്നെ ഫോട്ടോ വെക്കാനായിട്ട്. ഫോട്ടോ വെക്കാൻ ചെറിയ സ്ക്രൂ ഒന്നും ചെയ്താൽ ഇതേ നമുക്കതിനകത്ത് വേണേൽ ലൈറ്റ് ഇടായിരുന്നു കേട്ടോ. എങ്ങനെ ബൾബ് ഇടുന്ന പുറകെ കുത്താവുന്ന പ്ലഗ് കുത്താനുള്ള സംഭവം ഉണ്ട്. ആ മേലിൽ കൂടി ഇട്ടേച്ചേ. ലൈറ്റ് ഇതിനകത്തുണ്ട്. ഈ ഗണപതിരെ കത്തുന്നുണ്ടെങ്കിൽ അതിനകത്ത് ലൈറ്റും കത്തിച്ചാൽ പോരെ. ആ അത് കത്ത് പോയിന് നോക്കാം. ഇത് അത് കത്തുന്നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു വീടായ പൂജാമുറി വേണം, എന്നാലേ ഒരു ഐശ്വര്യം ഉണ്ടാവുള്ളൂ. അടച്ചിട്ട് തിരുമേനിയാണ് നിൽക്കുന്നത്. തിരുമേനി അടച്ച ചിങ്ങി മാറുക. ഇഷ്ടം ഇതിനെ നല്ല ഇത് ഇവിടുന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി കേട്ടോ. ഈ വെള്ളത്തിൻ്റെ ഇത് അവിടെ ആയിരുന്നു വെച്ചിരുന്നത്. ഇതിന് ഒരു സ്റ്റാൻഡ് മേടിച്ചു. ഇതൊന്ന് കഴിയണം. അത് അങ്ങനെയുള്ളതാണ്. അതിൻ്റെ ഒരുമാതിരി ഈ തണുപ്പ് ഒരുപാട് അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് പൂപ്പൽ പോലെ വരുന്നതാണ്. അതിനെ ഞാൻ പറഞ്ഞു ഇവിടെ ഇങ്ങനെ പെയിൻ്റ് അടിക്കാമെന്ന് പറഞ്ഞത്. പെയിൻ്റ് അടിക്കുമ്പോഴത്തേക്ക് അതറിയാല. ഇതിനകം എല്ലാം ഞങ്ങൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഫോട്ടോ എന്നൊക്കെ സെറ്റാക്കിയില്ല, ബാസണെല്ലാം ശരിയായിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ചുമ്മാ ലൈറ്റൊക്കെ വെച്ച് നോക്കിയതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതെല്ലാം മണിയും. ഒത്തിരി എനിക്ക് പിന്നെ ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. ശരിയാക്കാൻ പോണോ? ഇതാണ് പൂജാമുറി. ഞങ്ങളെല്ലാം സെറ്റാക്കി കേട്ടോ. വിളക്കൊക്കെ കത്തിച്ചിന്ന്. എനിക്കറിയത്തില്ല, ഭയങ്കര സന്തോഷം എനിക്ക് കേട്ടോ. ഒത്തിരി ഇഷ്ടപ്പെട്ടു. സത്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാനൊരു വേറെ ഷേപ്പായിരുന്നു എൻ്റെ മനസ്സിൽ, പക്ഷേ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നല്ല ഇതായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നാണെന്നറിയോ? എപ്പോഴും വന്ന് ഇതിലിങ്ങനെ പ്രാർത്ഥിച്ചു അതേ ബെല്ലടിക്കണമെന്നാണ്. അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം, എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞ എനിക്ക് ഇത് ഇത് കണ്ടോ, ഇതൊക്കെ കണ്ടോ. എനിക്ക് ഇങ്ങനെ ഈ കണ്ണം പോലുള്ളതും നല്ല രസമുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. എന്നാണല്ലോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം സാധിച്ചതായിരുന്നു. ഞാൻ നേരത്തെ ബാസിന് പറയുന്നത് അത് വേണം ഇത് വേണം എന്നൊക്കെ ഓരോ ഇങ്ങനെ ഇതിനകത്തൊന്ന് സെറ്റ് ചെയ്യുന്ന കാര്യം പറയായിരുന്നു. വാഷ് ബേസിനൊക്കെ എൻ്റെ ആഗ്രഹത്തിനൊക്കെ മേടിച്ചതാണ്. പക്ഷേ അതിനേക്കാളൊക്കെ എനിക്ക് എന്നാ നടത്തില്ല, ഞാൻ ഇതിലിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ എന്നെ മനസ്സ് നിറയാന്നൊക്കെ പറയല്ലേ, അതുപോലൊരു സിറ്റുവേഷനാണ് കേട്ടോ. ഭയങ്കര സന്തോഷമാണ് എനിക്ക്. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്കൊരു പൂജാമുറി വേണമെന്നുള്ളത്. അത് സാധിച്ചു കിട്ടി. അതിന് ദൈവത്തോട് നന്ദി പറയുന്നു. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം.